ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 7. ഉപേക്ഷിക്കാനുള്ള ശക്തി. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28-ാം വാക്യം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ വെയ്റ്റ് ലിഫ്റ്റർ പോൾ ആൻഡേഴ്സൺ 1956 ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്ന ഒളിമ്പിക്സിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ചെവിയിലെ കഠിനമായ ആന്തരിക അണുബാധയും 103 ഡിഗ്രി പനിയും സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് നേടിയത്. മുൻനിര താരങ്ങൾക്ക് പിന്നിലായി പോയ അദ്ദേഹത്തിന് തൻ്റെ അവസാന മത്സരത്തിൽ ഒരു പുതിയ ഒളിമ്പിക്സ് റെക്കോർഡ് സ്ഥാപിക്കുക എന്നത് മാത്രമായിരുന്നു സ്വർണ്ണ മെഡലിനുള്ള ഏക അവസരം. അദ്ദേഹത്തിൻ്റെ ആദ്യ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഇടയിലെ ഏറ്റവും ദുർബലർക്ക് പോലും ചെയ്യാൻ കഴിയുന്നത് ബേർലി അത്ലറ്റ് ചെയ്തു. സ്വന്തം ശക്തിയെ ഉപേക്ഷിച്ച് അധിക ശക്തിക്കായി അദ്ദേഹം ദൈവത്തെ വിളിച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞതുപോലെ, അതൊരു വിലപേശലായിരുന്നില്ല, എനിക്ക് സഹായം ആവശ്യമായിരുന്നു. തൻ്റെ അവസാന ലിഫ്റ്റിൽ അദ്ദേഹം തലയ്ക്കു മുകളിൽ 413.5 പൗണ്ട്, അതായത് 187.5 കിലോഗ്രാം ഉയർത്തി. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഴുതി, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആത്മീക ശക്തിയെക്കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അവനറിയാമായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് പ്രഖ്യാപിച്ചതുപോലെ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അത്തരമൊരു ശക്തിയിലേക്കുള്ള വഴി എന്തായിരുന്നു? യേശുവിൽ വസിക്കുക എന്നതാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, യേശു പറഞ്ഞു. വെയ്റ്റ് ലിഫ്റ്റർ ആൻഡേഴ്സൺ പലപ്പോഴും പറഞ്ഞതുപോലെ, യേശുക്രിസ്തുവിൻ്റെ ശക്തിയില്ലാതെ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യന് ഒരു ദിവസം പോലും കടന്നു പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അത് കണ്ടെത്തുന്നതിന് ശക്തവും നിലനിൽക്കുന്നതുമായ സഹായത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം മിഥ്യാശക്തിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം. ചിന്തിക്കുക, നിങ്ങളുടെ ശക്തിക്ക് പകരം ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ എന്തായിരിക്കും ഫലം? യേശുവിൽ വസിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ശക്തി നൽകുന്നു? ദൈവത്തിന് മഹത്വം.